എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചോട്ടാബീൻ 2 ടയർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ 2 ടയർ കേക്ക്. അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ഹീറോയാണ് ചോട്ടാബീൻ, അതുകൊണ്ടാണ് ചോട്ടാബീൻ കേക്ക് ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 2 ടയർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതും ഐസിങ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കേക്കും 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 കേക്കിൻ്റെയും ക്രം കോട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ലൈറ്റ് യെല്ലോ കളർ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞ് 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് അത് കേക്ക് നന്നായി സെറ്റായി കിട്ടും. അതിനുശേഷമാണ് ഐസിങ് ചെയ്യുന്നതെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 ടയർ കേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2-3 കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കാർഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് വാളൊക്കെ നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ കഴിയാറായി. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ നേരത്തേക്ക് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ കുഞ്ഞു കേക്കിൻ്റെ ഐസിങ്ങും ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് 2 ടയർ കേക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ പല മിസ്റ്റേക്കുകളും നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും, എന്നാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരും. ഞാനിത് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, 2 ടയർ കേക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 2 കേക്ക് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നമ്മുടെ കേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 സ്റ്റിക്ക് കുത്തി കൊടുക്കണം. എൻ്റെ കയ്യിലൊരു വുഡൻ സ്റ്റിക്കാണ് ഉള്ളത്, അത് കറക്റ്റ് അതിൻ്റെ ലെങ്ത്ത് അളന്നെടുത്തിട്ട് വേണം കുത്തി കൊടുക്കാൻ. ഇതിൻ്റെ മേലെ മറ്റൊരു കേക്ക് വയ്ക്കുന്നത് കൊണ്ടാണ്, അതൊന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ കേക്ക് അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കാം. നമ്മുടെ കേക്ക് നന്നായി സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ക്രീമൊക്കെ ഇളകിപ്പോകും. അതിൻ്റെ സെൻറ്ററിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്, യാതൊരുവിധ പ്രയാസവും കൂടാതെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേലത്തെ കേക്കിലും താഴത്തെ കേക്കിലേക്കും വരുന്ന വിധം വീണ്ടും ഒരു 2-3 സ്റ്റിക്ക് കുത്തി കൊടുക്കാം. അത് കേക്ക് ഇളകി പോകാതിരിക്കാൻ, മേലെ വെച്ചിട്ടുള്ള കേക്ക് ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഗ്രീൻ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. വലിയ ഡെക്കറേഷനൊന്നുമല്ല, സിമ്പിൾ ഡെക്കറേഷനാണ്. ഒരു ചെറിയ റൗണ്ടുള്ള നോസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്തും നമുക്ക് ഈ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നോസിലില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. മേലത്തെ ഭാഗത്തും ഞാൻ ഇതേ ഗ്രീൻ കളർ കൊണ്ട് വീണ്ടും കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിലേക്കുള്ള ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. താഴത്തെ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്.
മേലത്തെ കേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ടെൻഷനായിരുന്നു, കറക്റ്റായി എടുത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന്. ബട്ട് ഈസി ആയിട്ട് എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റി. അത് നല്ലപോലെ സെറ്റായത് കൊണ്ടായിരിക്കും ഒരു പ്രശ്നവും കൂടാതെ അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കാൻ പറ്റി. ഇതുപോലുള്ള കേക്ക് എല്ലാവർക്കും ധൈര്യമായി ചെയ്യാൻ പറ്റും. കേക്ക് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി, പ്രയാസമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡോട്ട് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ടോയ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോട്ടാവിൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ, അത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം ലീഫ് നോസിൽ വെച്ചിട്ട് അതിൻ്റെ ലീഫ് വരച്ച് കൊടുത്തതാണ്. അതിൻ്റെ ഒരു ഗ്രാസിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചോട്ടാബിൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് വാളൊക്കെ ഗ്രീൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതേ ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നീട് 2 റോസ് ഫ്ലവറും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചോട്ടാബിൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഇങ്ങനെ കിൻഡർ ജോയിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ടോയ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം സൈഡിലൊക്കെ ചോട്ടാബിൻ സ്റ്റിക്കർ വെച്ച് കൊടുത്തതാണ്. എൻ്റെ മകൻ വളരെ ഹാപ്പി ആയിരുന്നു കേക്ക് കണ്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ആരെയും വിളിച്ചില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.